15 മാസത്തെ യുദ്ധത്തിനും അലമുറകൾക്കും കരച്ചിലുകൾക്കും എല്ലാം ഒടുവിൽ ഗാസയിൽ വെടിയൊച്ചകൾ നിലയ്ക്കുകയാണ്. വെടിനിർത്തൽ ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇന്ന് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയതോടെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. 3 സ്ത്രീകളുടെ പേരാണ് ഹമാസ് കൈമാറിയത്. റോമി കോണൻ, ഡോറൻ സ്റ്റെയിൻബ്രച്ചർ, എമിലി ദമാരി എന്നിവരുടെ പേരുകളാണ് ഹമാസ് കൈമാറിയത്. വെടിനിർത്തൽ രാവിലെ നിലവിൽ വരുമെന്നായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ ബന്ദികളുടെ പട്ടിക കിട്ടാതെ കരാർ അംഗീകരിക്കലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാടെടുക്കുകയായിരുന്നു. സാങ്കേതിക കാരണങ്ങളാലാണ് പട്ടിക വൈകുന്നതെന്നായിരുന്നു ഹമാസിന്റെ വിശദീകരണം. 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുമെന്നും പകരം 1000 പലസ്തീൻകാരെ ഇസ്രയേൽ മോചിപ്പിക്കുമെന്നാണ് കരാർ പ്രകാരമുള്ള ധാരണ. 15 മാസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾക്കാണ് ഇസ്രയേൽ ഹമാസ് സമാധാന കരാറോടെ അവസാനമാകുന്നത്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവേഷ്യയെ ആകെ അസ്ഥിരമാക്കി. യുദ്ധത്തിൽ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം 10,000-കൾക്കാണ് ജീവൻ നഷ്ടമായത്. 1,00,000-ത്തോളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് ആയുധ സംഘത്തിന്റെ ആക്രമണം. 1200-ലധികം ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. 250-ലേറെ പേർ ബന്ദികളാക്കപ്പെട്ടു. ചരിത്രത്തിലെങ്ങും ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി ഘട്ടമായിരുന്നു അത്. പേരുകേട്ട പ്രതിരോധ സംവിധാനം പോലും നിഷ്ഫലമായ മണിക്കൂറുകളായിരുന്നു അത്. 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തയ്യാറായത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.